ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സാർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ താൻ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല, ഞാനില്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നരച്ചിട്ട, ക്ലീൻ ഷേവാ. പിന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി പൊക്രാനിൽ ബോംബ് പിടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാർ ചോദിച്ചത്? പേടിച്ചു പോയി. വത്സല, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കണില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്പ ധൃതിയുണ്ട്. എന്ത് എത്ര ധൃതി? പുതിയ CA വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി. നിന്റെ പുന്നാര മോനെ കണി കണ്ടേച്ച് പോയാ നോക്കിയേ, ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയാ പണ്ടാര എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ, അവൻ എന്റെ മോൻ തന്നെ അല്ലയോടി. പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണി കണ്ടേച്ച് പോയാ അമ്മ തന്നെയല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് പുരട്ടി തന്ന്. അവന് ഞാനും മുന്നാളാ തമ്മി ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടിലൂടെ ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റോ നോക്കടി. അവൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റില്ല. പൊക്കളയാ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമടങ്കാരൻ അവിടെ ചെന്ന് ഉറങ്ങാനും പറ്റിയല്ല. അയ്യോ ജമ്മം പാഴ്, ആ മുഖം കണ്ടു. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മുഖം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ CA കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂർ ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയിൽ, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി. എല്ലായിടത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വല്ല കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സൈക്കിൾ സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്. രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ? രണ്ട് വലിയ ഇത്തിരി ആറടിക്കാനാ. ഊതി അടിച്ചാ മതിയടാ. സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോക്കപ്പിൽ കയറ്റണേ. നിന്നെ ഇനി തിരിച്ച് ലോക്കപ്പിൽ കയറ്റാനോ? നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേരറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന്റെ പുറത്താവും. അതിരിക്കട്ടെ, മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അമ്മരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാനാ? പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ. ഓ, അവിടെ ഭയങ്കര കൊതുകാണ് സാർ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് വാ. പക്ഷെ ഇടി പഴയ പോലെ ആയിരിക്കില്ല. ആ കാലമാടന്റെ ഇടി കൊണ്ടാ നിന്റെ +2 തെറിച്ചു. അത് ശരി. അപ്പൊ ഞങ്ങൾ വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? പോ ചെല്ല്. നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ? നിന്നെ ആരാടാ പോലീസിലെടുത്ത്? നീ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അല്ല, എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് വഴിപ്പിക്കോ? ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് വഴി പോടാ. നമസ്കാരം. ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞത് ആരാ? ഉരുക്കു മനുഷ്യൻ. അപ്പൊ ജീവൻ ഉണ്ടാവില്ലേ അച്ഛാ? കുറേശ്ശെ ഉണ്ടാവും. അച്ഛന് നല്ല മസിലുണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഈ വയറ് വന്നേ? അതെ, പാരമ്പര്യ മോളെ. അച്ഛന്റെ അമ്മ അച്ഛനെ പ്രസവിച്ചപ്പോ ഇത്ര ഉണ്ടായിരുന്ന വയറ്. എന്റെ അമ്മേനെ പ്രസവിച്ചപ്പോ വയറില്ലായിരുന്നോ? നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചപ്പോ അയ്യോ, എന്ത് പറ്റി സാർ? ഞാൻ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാ. അത് പിന്നെ ഇന്നലെ അവിടെ ഇരുന്നപ്പോ സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ ചട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്. അത് അവിടെയല്ലേ ഇവിടെ അല്ലേ? അതൊരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കണം. അതല്ലേ കറക്റ്റ് ചെയ്ത്. അതെ സാർ, നീ വേഗം ഇതകത്തുകൊണ്ട് വെച്ചേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കും. ഒരു മിനിറ്റ് സാർ, ഞാൻ വരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? കെ മഹിമോൾ. കെ മരുമോളോ? കെ മഹിമോൾ. ഓ, വെരി ഗുഡ്, മിടുക്കി. മോനെ, ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്ന് മീൻ വാങ്ങിക്കുമ്പോഴേ 1 കിലോ ഇറച്ചൂടെ വാങ്ങിച്ചേക്കണേ. ഞാൻ ഡ്രൈവർ മോൻ കൊണ്ടുവന്ന ചാള അപ്പടി ചെയ്യുന്നതായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ഉണക്കി. ഇറച്ചി വാങ്ങിക്കുമ്പോഴേ ഇത്തിരി കറി കൂടെ പറയാം കേട്ടോ. മീൻ വാങ്ങിക്കട്ടെ. അമ്മ, അത് DYSP-യാ.
എന്ത് എസ് പി ആയാലും എന്താ പോലീസുകാരനല്ലേ? ഓ ഓ ഓ അമ്മ മിക്കവാറും മോനെ വീട്ടിലിരുത്തും. പിന്നെ മീനും ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിച്ചോണ്ട് വരും. ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6 പ്രതികൾ. ഇത് വിക്ടർ, ഇത് ക്രോണി, ഇത് മുസ്തഫ, ഇവൻ രാജു, ഇത് റോബർട്ട്, ഇവൻ കാളിമുത്തു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊരറിവില്ല. പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ്. നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ്. അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല. അത് സാരമില്ല, ഇവരെ പിടിച്ചാൽ അവന് നമുക്ക് കിട്ടും. പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ്. അതെന്താ സാർ? ഗവൺമെന്റും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കൂടെയാണ്. മനസ്സിലായില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതൊക്കെ വലിയ കളികളാണല്ലോ. അതൊന്നും തനിക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സാർ? അല്ലടോ, പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കണ്ട. അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യേ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. ഓ, ഇത്രയും സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞു വിടായിരുന്നു. ഈ മഹാദേവന്റെ ഒരു കാര്യേ. അമ്മ അത് DYSP യാ. ഇന്നലെ വന്ന പോലത്തെ സാധാ പോലീസാന്നല്ല. DSP എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ടാ. ഓ, ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, ഈ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴി ഉണ്ടായിരുന്നു. അതെന്താ? നാരായണ, ആ മേശപ്പുറത്തുന്ന ഫയലും കിടത്തേ. സാറ് നോക്കി. ഇതെന്താടോ സിനിമ വാരിക? ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഇതിനകത്ത് K. മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട്. തിരക്കഥ എസ്എൻസാമിയാണേ. അതുകൊണ്ട് പാറക്കുളം കേസ്, സിസ്റ്റർ നിർഭയ കേസ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ? CBI ഡയറി കുറിപ്പ് 150 ദിവസം ഓടിയത്. ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ. തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടില്ലടോ. ഞാൻ വരട്ടെ. സാറ് ഇങ്ങനെ ഈ കേസുകളൊക്കെ സിനിമാക്കാരെ തെളിയിക്കാൻ പോയാ പോലീസുകാർ ആവശ്യത്തിന് CI മഹാദേവൻ ഈ ടൈഗറിനെ പിടിക്കുമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഈ ഞാഞ്ഞൂര് പോലത്തെ CI ചെയ്യാൻ പോകുന്നത്? വേറെ വല്ല കാര്യവും പറയണോ? അത് പറഞ്ഞാ പറ്റില്ല ടൈഗറെ. ഈ 3-4 ദിവസം കൊണ്ട് തന്നെ അയാൾ ഞങ്ങളുടെ വയറ്റത്തടിച്ച് കഴിഞ്ഞു. ഒരു പോക്കറ്റടിക്കാരനെയോ മുച്ചീട്ട് കളിക്കാരനെയോ വേണ്ട, ഒരു സാധാരണ കള്ളനെ പോലും പുറത്തു വിട്ട് പണിയെടുപ്പിക്കാൻ പറ്റണില്ല. ടൈഗറിനെ സഹായിക്കാൻ എന്ത് വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പ് ഇതൊക്കെയാണ്. വൈകിട്ടാകുമ്പോൾ ഒരു പൈന്റ്, ഒരു കോഴിക്കാല്, ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയല്ല, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. എപ്പോ നോക്കിയാലും ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി. പറ്റില്ല, അയാളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അയാൾ ജീവിച്ചു പോട്ടടോ. എന്റെ പൊന്നാര മോനെ കണി കണ്ടോണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. തല വടിച്ചിറക്കി ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആശാന്മാരെ ആ മഹാദേവൻ കുഴപ്പക്കാരനാണെന്ന്. താനിങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ലല്ലോ. അല്ല, കണ്ടാലും എനിക്കൊന്നുമില്ല. താന്റെ തൊപ്പി പോവും. മഹാദേവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തലയിൽ തൊപ്പി ഉണ്ടായിട്ട് എന്ത് കാര്യം? ടൈഗർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താടോ, അവനെ കൊല്ലണോ? ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി അവൻ ചിന്ന ഭിന്നമാകാൻ. അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർ ഉറപ്പ് തന്നുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത്. മിസ്റ്റർ ടൈഗർ, അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യോ കാലോ എങ്കിലും തല്ലി ഒടിച്ചിട്ടാ മതി. എനിക്ക് നിങ്ങളെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാൻ സാധിക്കും. ഓഹോ, മുസ്തഫ, ഇയാളെ കൊണ്ട് പറ്റും. റോബർട്ടും രാജു എന്നെത്തും? മറ്റന്നാളെത്തും. അവരിപ്പോ എവിടെ ഉണ്ട്? കോടാശ്ശേരി ഫോറസ്റ്റില്. എടോ സൽഗുണ സാർ, തനിക്ക് ആ ഭ്രാന്തൻ CA കോടാശ്ശേരി ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ? വിട്ടാൽ പിന്നെ അവൻ തിരിച്ചു വരില്ല. പോരെ? ഓ മതി. പുള്ളി എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ള് വേണ്ട, പണം വേണ്ട. CI മഹാദേവൻ. അവനാര്? മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ടാ പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ, സർവീസ് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാതല്ലോ ചേട്ടൻ പരമവാസാണെന്ന്. നീ പണിയാതെ പറയണേക്കടാ. ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല, അവന്റെ തണ്ട നോത്തൂടാ. സ്വർഗപ്പൂങ്കാവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഒക്കെ പോയി. അവനെ വീറപ്പനെ കൊണ്ട് റാഞ്ചിക്കും.
നിനക്കും പറ്റില്ലടാ വർഷങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ, നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ ഏറ്റേട്ടാ. അവന്റെ സിനിമ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരെന്ന് ചേട്ടൻ അറിയാലോ. ആരുടെ ശബ്ദം വേണമെങ്കിൽ ഞാൻ ഇരിക്കും. അയാളുടെ മുമ്പിൽ ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനോ? അയ്യോ, അവിടെയല്ലേ 2 ആൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്. പീച്ചട്ടടാ, നിനക്ക് അയാളെ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്ര ഉള്ള കാര്യം. അത് വെരി ഈസിയാണ് ചേട്ടാ. നമുക്ക് എസ് ടി ബുത്തൂർ ഒന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്, ഇത് എക്സ്പെൻസ്. ചക്ക വറുത്തത്. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശനാ. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശന, ഹലോ, ഞാൻ സി മഹാദേവനെ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയനാ. ഹലോ, പ്രിയ എവിടെ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്ന്. ബോംബെന്നാ? എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന, എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ. ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാ. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനെയൊക്കെ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടേ. ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ട്. എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ. സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ? ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെങ്ങെത്തും. മറ്റന്നാളാ ഷൂട്ടിങ്. സാർ അവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കിൽ നാളെ വരുമ്പോ പോലീസായിട്ട് വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാൽ മതി. പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല, പ്രിയനൊന്നും വിചാരിക്കരുതേ. എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞാ അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാൽ സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സാർ. അപ്പൊ നാളെ ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഇടി ആദിവാസികളുടെ കഥയാ. 8 ഹിന്ദി പടമാ പ്രിയ ചെയ്യാൻ പോകുന്ന. പ്രിയദർശൻ നല്ല ഡയറക്ടറാ. ശരിക്കും നാഷണൽ അവാർഡ് കിട്ടേണ്ട ആളാ. അതെന്താ? നിങ്ങൾക്ക് പറ്റിയ വേഷമാ തന്നിരിക്കുന്നത്. ആദിവാസി. ഐസ്ക്രീം തന്നെ. ആ ചാക്കോബാർ തന്നെ താട്ടാ. ഒരെണ്ണം കൂടി തന്നേരി. ഇല്ലാത്തൊരു ആളുകൾ വെള്ളം ഉണ്ടാക്കണേ സാറേ. അതെ, ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ഷൂട്ടിങ് നാളെയല്ലേ? സാറെന്തിനാ ഇന്ന് പോകും? ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ. നീ വയ്ക്കോ, ഞാൻ വിളിക്കാം. ഓ, നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാൽ മതി. സാറേ, ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ. അല്ല, സിനിമയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായെന്ന് തോന്നുന്നു. ഇതെന്താ ഇവിടെ ആരും കാണുന്നില്ലല്ലോ? പ്രിയ വന്നില്ലേ? നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കില്ലേ? നല്ല കോസ്റ്റ്യൂംസ്. കുന്തത്തിന്റെ മുന എന്റെ തോക്കണ്ടേട്ടാ. എല്ലാത്തിനും ഫയർ ചെയ്യും ഞാൻ.
ഞാൻ പ്രിയോട് പറഞ്ഞില്ലാത്ത ചാൻസുകളെ പറഞ്ഞേക്കാം. ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ, ഓടിക്കളഞ്ഞു പേടിത്തുറിയത്. ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോ എന്നെ പോലെ ധൈര്യം വേണ്ടേ? ചിലപ്പോ ഞാൻ സി ആണെന്ന് മനസ്സിലായി കാണും. എന്താടോ ആരെയും കാണുന്നില്ലല്ലോ? അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ? ആ സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. കയ്യോ കാലോ തല്ലി ഓടിക്കാൻ അതിന് മാത്രം നേരമൊന്നും വേണ്ടോ? മഹാദേവൻ പോലീസ് ഫോഴ്സുമായാ വരുന്നത്. വാ, രക്ഷപ്പെടും. അതെ അതെ, സോറി, ഞാൻ അറിഞ്ഞില്ല. അറിയാതെ പറ്റിപ്പോയതല്ലേ. ഒരു ആന വന്നിട്ടുണ്ട്, ആന കൊമ്പനാണ്, സൂക്ഷിക്കണേ. എനിക്ക് ടൈമില്ല, അതാണ് സോറി. ഇതാരാ കാട്ടി പൊതിച്ചുകൂടി കിടക്കണേ? ഒരു ആന കേട്ടിട്ട് തട്ടി വീണ ചതഞ്ഞു പോവും. എടാ നീയല്ലടാ തീവ്രവാദി രാജു. അനങ്ങി പോകരുത്, ഫയർ ചെയ്യാൻ ഞാൻ. പിടികൊണ്ടവനോടെ ശരിയാക്കാം.